പത്തനംതിട്ട ഇലവുംതിട്ടയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആർമി പരിശീലന കേന്ദ്രത്തിൽ AISF പ്രതിഷേധം. സ്ഥാപനം പ്രവർത്തിക്കുന്നത് ലൈസൻസ് പോലുമില്ലാതെയാണ്. അധ്യാപകരുടെ നിലവാരക്കുറവും വിദ്യാർത്ഥികളുടെ സുരക്ഷയും ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ ഇന്നലെ പ്രതിഷേധിച്ചിരുന്നു. വിവരങ്ങളുമായി ശ്രീരാജാണ് ചേരുന്നത്. ശ്രീരാജ്, ഇന്നലെ തന്നെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഈ നിലവാരമില്ലാത്ത ഒരു പരിശീലനം അല്ലെങ്കിൽ യാതൊരു ഇതിനെപ്പറ്റി ബോധമില്ലാത്ത അധ്യാപകരാണ് എന്നതടക്കമുള്ള ആവശ്യം, അതിലിപ്പോൾ സംഘടനകളും പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണോ? AISFന്റെ പ്രതിഷേധം ഏത് രീതിയിലാണ്? സ്വാതി, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. AFPT എന്ന സ്വകാര്യ ആർമി റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനത്തിനെതിരെയാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അവർ പറയുന്നത് ഇവിടെ കൃത്യമായ പരിശീലനം അടക്കം ലഭിക്കുന്നില്ല എന്നാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ AISFന്റെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. അവർ പറയുന്നത് അവർക്ക് വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് അകത്ത് കയറി ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് സംസാരിക്കണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ പോലീസ് 2 പേരെ കയറ്റിവിടാം എന്ന് പറയുന്നെങ്കിലും അതിന് സംഘടനാ ഭാരവാഹികൾ തയ്യാറായില്ല. ഒന്നെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി ഇല്ല, അല്ലെങ്കിൽ മറുപടി പറയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാരണം. അപ്പോൾ ഇതുകൊണ്ടാണ് ചോദിക്കാനുണ്ടോ? വിദ്യാർത്ഥികൾ എന്താണ് കഴിഞ്ഞ ദിവസം ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നല്ലോ, എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം? എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ? മറ്റൊന്നുമല്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലെന്നുള്ളത് കഴിഞ്ഞാൽ 11 വിദ്യാർത്ഥികളാണ് ഇവിടുന്ന് റിസൈൻ ചെയ്തു പോകുന്നത്. അതായത് +1-ൽ നിന്ന് 11 വിദ്യാർത്ഥികൾ റിസൈൻ ചെയ്തു പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചത്, നേരത്തെ 2-3 വെയിറ്റിൽ പറഞ്ഞതുപോലെ തന്നെ 6 പെൺകുട്ടികളും 5 ആൺകുട്ടികളാണ് ഇവിടുന്ന് റിസൈൻ ചെയ്തു പോകുന്നത്. ആ റിസൈൻ ചെയ്തു പോകുന്നതിൻ്റെ കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ്റ്റലിലെ വിഷയങ്ങൾ. ഹോസ്റ്റലിൽ 10 മണി കഴിഞ്ഞും 11 മണി കഴിഞ്ഞും ഇവിടുത്തെ ആൺകുട്ടികൾ ഈ ഹോസ്റ്റലിലേക്ക് കടന്നു വരികയും അതുപോലെ തന്നെ ഈ ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ട വിധത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കകത്ത് കയറി സംസാരിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്തൊരു അത് നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ വിദ്യാർത്ഥികളുടെ നിലവാരം അനുസരിക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ക്വാളിഫിക്കേഷനും ഇല്ലാത്ത അധ്യാപകർ ഇവിടെ വരികയും ആ അധ്യാപകർ മദ്യപിച്ചതിന് ശേഷം ഇത് വെറുതെ മീഡിയയ്ക്ക് മുന്നിൽ പറയുന്നതാണ് എന്ന് കരുതി പോരുത്. AISF അങ്ങനെ പറഞ്ഞു പോകുന്ന സംഘടനയല്ല. അവരുടെ ഭാഗത്ത് നിന്ന് കേട്ടതുകൊണ്ട് തന്നെ പറയുകയാണ്, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വിദ്യാർത്ഥിനികൾക്ക് ഏർപ്പെടുന്നു. അതുപോലെ തന്നെ പ്രീ റിക്രൂട്ട്മെൻറ്റിംഗ് ഏജൻസിയാണിത്. അതുപോലെ ഇവർ രാവിലെ 6 മണിക്ക് ഇവിടുത്തെ എഴുതി ഓടിക്കുക, അല്ലെങ്കിൽ ഇവരുടെ ഫിസിക്കൽ ട്രെയിനിങ് എടുക്കുക. +1-നോടൊപ്പം തന്നെ ഈ ഒരു ആർമിയിലേക്കും അതുപോലെ തന്നെ മറ്റ് പോലീസിലേക്കോ ഇവരെ നമ്മൾ നയിക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അത് ഏറ്റവും നല്ല ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നില്ല. അതാണ് ഇവരുടെ ഏറ്റവും പ്രധാന പ്രശ്നം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നെങ്കിൽ നമുക്ക് സജ്ജീകരിച്ച് പോകാം. പക്ഷേ ഫിസിക്കൽ ട്രെയിനിങ് ഇവർക്ക് വേണ്ട വിധത്തിൽ കിട്ടുന്നില്ല. ആ വിദ്യാർത്ഥികൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും ഒക്കെ ഇവിടെ പഠിക്കുന്ന സാധാരണക്കാരായുള്ള ജനങ്ങളുടെ മക്കളാണ് ഈ പത്തനംതിട്ട സെൻറ്റർ കേന്ദ്രീകരിച്ച് മിക്കവാറും എല്ലാം പഠിക്കുന്നു വരുന്നത്. അവരുടെ ഒരു ആവശ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെയോ മറ്റ് സ്ഥാപനങ്ങളിലോ ഒരു ജോലി മേടിക്കുക എന്നുള്ളത് വളരെ തുച്ഛമായ തുകയ്ക്ക്. എന്തായാലും ശ്രീരാജ്, പത്തനംതിട്ട ഇലവുംതിട്ടയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആർമി പരിശീലന കേന്ദ്രത്തിലാണ് AISFന്റെ പ്രതിഷേധം. വിദ്യാർത്ഥികളുടെ ആവശ്യം ഉന്നയിച്ചാണ് അവർ പ്രതിഷേധിക്കുന്നത്.